പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ച ഞാനേറെ പ്രാർത്ഥിക്കുകയായിരുന്നു വിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ. എൻ്റെ മനസ്സ് ഗത്സമനിയിലേക്കും ഗാഗുൽത്തായിലേക്കും ഒക്കെ പോയി. ഞാനൊരു സ്വപ്നത്തിൽ ആയിരുന്നു. ആത്മാർത്ഥമായി പറയാം, എൻ്റെ ശരീരം ആത്മാവിന് വേർപെട്ടു പോയ ഒരു അനുഭവമായിരുന്നു എനിക്ക് ഉണ്ടായത്. ഞാൻ പെട്ടെന്ന് കാണുന്ന ഒരു കാഴ്ച ഇതായിരുന്നു. വലിയ വലിയ ബസിലിക്കകൾ, കത്തീഡ്രലുകൾ, അമ്പലങ്ങൾ, മോസ്കുകൾ അഥവാ മുസ്ലിം ദേവാലയങ്ങൾ തച്ചുടയ്ക്കപ്പെടുന്നു, തകർക്കപ്പെടുന്നു. ഞാനവരുടെ പേരൊന്നും എടുത്തു പറയുന്നില്ല, പലർക്കും വേദന ഉണ്ടാകും. വലുത് ഏറെ കോടികൾ മുടക്കി പണിതവ തകർന്ന് നിലം പരിശായി കിടക്കുന്നു. ഏറെ ആളുകൾ കരയുന്നു, ഓടുന്നു, മൃതദേഹങ്ങൾ കാണുന്നു. വഴിയരികിൽ പട്ടിണിയിൽ ആളുകൾ ചട്ടിയുമായി വല്ലവും തരണമേ എന്ന് പറഞ്ഞിരിക്കുന്നത് കാണുന്നു. ഞാനൊരു വീഡിയോ പറഞ്ഞതുപോലെ പഞ്ഞവും പടയും വസന്തയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലത്താണ് നാം ജീവിക്കുന്നത്. അതിൻ്റെ ഒരു രൂപം കർത്താവ് എനിക്ക് കാണിച്ചു തരികയായിരുന്നു. ഒരു പക്ഷേ കൂടുതൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു പ്രചോദനമാണ് കർത്താവ് എനിക്ക് തന്നത്. പെട്ടെന്ന് മുകളിൽ ഞാൻ കണ്ടത് വലിയ മേഘങ്ങൾ, വലിയ ഇടിവെട്ടൽ, ശബ്ദത്തിൽ കേൾക്കാം. കൊല്ലാൻ മിന്നുന്നുണ്ട് വെളിച്ചം. സൂര്യൻ കിടന്ന് കറങ്ങുന്ന പോലെ എനിക്ക് തോന്നി, ചന്ദ്രൻ കിടന്ന് കറങ്ങുന്ന പോലെ തോന്നി, നക്ഷത്രങ്ങൾ കൂട്ടിയിടിക്കുന്ന പോലെ എനിക്ക് തോന്നി. അതെൻ്റെ തോന്നലാണ് നിശ്ചയമായിട്ടും എന്നെനിക്ക് തോന്നിപ്പോയി, അഥവാ ചിന്തിച്ചു പോയി. പെട്ടെന്ന് ഞാൻ കാണുന്നത് മുകളിൽ താഴേക്ക് വരികയാണ് അരിവാള്, അതോടൊപ്പം കുന്തം, വടി, കോടാലി, കൂടം, ഇവയൊക്കെ ഇങ്ങനെ എറിയപ്പെടുകയാണ് മേഘത്തിൽ നിന്ന്. താഴെ നിൽക്കുന്ന വലിയ വൃക്ഷങ്ങൾ അവയൊക്കെ വെട്ടപ്പെടുകയാണ്. വലിയ ശിഖരങ്ങൾ മുറിച്ചു മാറ്റുന്നു. മുറിച്ചു മാറ്റിയവയെല്ലാം ആരോ കറുത്ത ഉടുപ്പിട്ടവർ, കറുത്ത നിറമുള്ളവർ ഒന്നിച്ചുകൂട്ടി ചാമ്പലാക്കുന്നു തീയിലിട്ട്. അത് കണ്ടപ്പോൾ ബൈബിളിലെ ചില വാക്കുകളൊക്കെ എൻ്റെ മനസ്സിൽ വന്നു. വൃക്ഷത്തിന് കോടാലി വെച്ചിരിക്കുന്നു എന്ന് സ്നാപയോഹന്നാൻ പറഞ്ഞത്, ഫലം തരാത്തത് വെട്ടി തീയിൽ എറിയപ്പെടും എന്ന്. പിന്നെ ഞാൻ കാണുന്നത് കുറേ സ്ത്രീകൾ, കുറേ പുരുഷന്മാരും ഒന്നിച്ച് കൊയ്യുകയാണ്, കച്ച കൊയ്യുകയാണ്. അപ്പുറത്ത് സ്ത്രീകൾ പാറ്റുകയാണ്. വീശുമുറം എൻ്റെ കയ്യിലുണ്ട്. ഫലം തരാത്തത്, മോശമായത് തീയിലിട്ട് കളയും, പാറ്റിക്കളയും, നല്ലത് കടപ്പുരയിൽ ശേഖരിക്കും എന്ന വചനമൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കർത്താവ് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു കൊയ്ത്തുകാലമാണല്ലോ. അപ്പോൾ ഞാൻ കാണുന്നത് വലിയൊരു ബോംബ് വന്ന് വീഴുകയാണ്. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ നാളുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. റഷ്യയുടെയും അല്ലെ അമേരിക്കയുടെയും ഇറാൻ്റെയൊക്കെ ബോംബുകളും മറ്റും അങ്ങനെയാണ് വന്ന് വീണിട്ട് കറുത്ത പുക പൊങ്ങുന്നത്, തീ പൊങ്ങുന്നത് എല്ലാം. അപ്പോൾ അത് ഞാൻ ഓർത്തൊരു പക്ഷെങ്കിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധമായിരിക്കാം, ന്യൂക്ലിയർ ബോംബ് വീഴുന്നതായിരിക്കാം കാണുന്നത്. ഏറെ കെട്ടിടങ്ങൾ തകർന്ന് നിലം പരിശാകുന്നു, ഏറെ മരണങ്ങൾ നടക്കുന്നു. അത് ഇവിടെ അപ്പോൾ ഞാൻ കേട്ട കർത്താവിൻ്റെ ഒരു വചനം ഇതാണ്: നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനിത് പുനരുദ്ധരിക്കും. അവനിത് പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെപ്പറ്റിയാണ്. നിങ്ങൾക്കറിയാവുന്ന വചനമാണ് യോഹന്നാൻ 2-ാം അധ്യായം 19.
ദേവാലയം ശുദ്ധീകരിക്കൽ കഴിഞ്ഞിട്ട് കർത്താവായ യേശു പറഞ്ഞത് ഇതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പെട്ടെന്ന് കാണുന്നത് സൈന്യങ്ങൾ പോലെ, സൈന്യങ്ങളാണോ അല്ല, തീവ്രവാദികൾ നിൽക്കുന്നതാണ്. അവരുടെ കയ്യിൽ എല്ലാ വെടിക്കോപ്പുകളുമുണ്ട്, നശീകരണ സാധനങ്ങളുണ്ട്. ക്രിസ്ത്യാനികളുണ്ട് ആ കൂട്ടത്തിൽ, യഹൂദരുണ്ട് ആ കൂട്ടത്തിൽ, മുഹമ്മദീയരുണ്ട്, ഹിന്ദുക്കളുമുണ്ട്. അത് തീവ്രവാദം മൂത്ത് പരസ്പരം അത് കൊല ചെയ്യുകയാണ്, നശിപ്പിക്കുകയാണ്. ഇതാണ് അത് ഞാൻ കാണുന്നത്. അപ്പോഴാണ് ഈ വചനം കർത്താവ് കാണിച്ചു തന്നത്. ഞാൻ പ്രാർത്ഥിച്ചെൻ്റെ കർത്താവ്, ഏറ്റവും വേഗം ഈ നശീകരണങ്ങൾ ഇല്ലാതാക്കണമേ കർത്താവ്, സമാധാനം കൈവരുത്തണമേ കർത്താവ്, ഈ മതത്തിലെ തീവ്രവാദങ്ങൾ ഇല്ലാതാക്കണമേ. മതമാണ് തീവ്രവാദം ഉണ്ടാക്കിയത്, ദൈവങ്ങളല്ല. എല്ലാ ദൈവവും ഒരേ തത്വം, ഒരേ ആശയം, ഒരേ മൂല്യം കൊണ്ടുവന്നു. സ്നേഹം, സമാധാനം, സന്തോഷം, സഹവർത്തിത്വം, സാഹോദര്യത്വം, ഐക്യം, ഇവയെല്ലാമാണ്. അത് ജാതി മതഭേദമന്യേ മനുഷ്യൻ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പകരം പകയാണ്, അല്ലെങ്കിൽ കൊലയാണ്, രക്തപ്പുഴയാണ് നടക്കുന്നത് മതങ്ങൾ തമ്മിൽ. അവിടെ യേശുവിൻ്റെ വിളിയാണ് എന്നെനിക്ക് തോന്നിയപ്പോൾ അതാണ് പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിൽ പറഞ്ഞത്. ദൈവത്തിൻ്റെ ആലയം പുതുക്കി പണിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ആലയത്തിൽ ഒന്നായ ആളുകൾ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന സമയമായിരിക്കുന്നു. അപ്പോൾ അതെ, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ബൈബിൾ മറിക്കുന്നു. ഞാൻ എൻ്റെ ബൈബിൾ കയ്യിലില്ല. എൻ്റെ ആ ദൃശ്യത്തിലാണ് എൻ്റെ ബൈബിൾ തന്നെ ഞാൻ കാണുന്നത്. എൻ്റെ ബൈബിൾ ഞാൻ വെണ്ടയ്ക്ക അക്ഷരത്തിൽ 1-ാം പേജിൽ എഴുതിയിട്ടുണ്ട്, ബൈബിൾ മൈ വൈഫ്, ബൈബിൾ എൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് പരലോകത്തും ഈ ബൈബിളുമായിട്ട് ഞാൻ പോകൂ. ഹല്ലേലൂയ. അപ്പോൾ അത് ഞാൻ മറിക്കുകയാണ് താള്. പെട്ടെന്ന് അത് ഞാൻ കാണുന്നത് 1 കൊറിന്തോസ് ആണ്. അധ്യായം 12 വചനം 12. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളും ആണ്. അപ്പോൾ ഞാൻ കാണുകയാണ്, ഹൈന്ദവർ, മുസ്ലിങ്ങൾ, യൂതന്മാർ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ, ഇവരുടെ എല്ലാം ഇടയിലുള്ള മൂല്യങ്ങൾ അനുസരിച്ച് മൂല്യച്ചുരി വരാതിരിക്കുന്നവർ, സത്യത്തിൽ, സ്നേഹത്തിൽ, ഐക്യത്തിൽ, പരസ്നേഹത്തിൽ ജീവിക്കുന്നവർ, അവർ ഒന്നിച്ച് കൂടുകയാണ് ഒരു ശരീരമായിട്ട്. പെട്ടെന്ന് അത് ഞാൻ കാണുന്ന വേറൊരു ദർശനം ഇതായിരുന്നു. ഒരു ഫീനിക്സ് പക്ഷി. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷി ഇല്ല, അത് ഒരു പക്ഷി ആ ചോര മക്കൾക്ക് കുടിപ്പിക്കുന്ന. അപ്പോൾ ക്രിസ്ത്യാനികളുടെ പല പള്ളികളിലും അതിൻ്റെ പടങ്ങളും രൂപങ്ങളുമുണ്ട്. ഫീനിക്സ് പക്ഷി, അതായത് ചാരത്തിൽ നിന്ന് പൊങ്ങി വരുന്നതാണ്. എല്ലാം നശിപ്പിക്ക ശേഷം വീണ്ടും ചാരത്തിൽ നിന്ന് പൊങ്ങി വരുന്ന ഒരു പക്ഷി. അത് തൻ്റെ ചോര കൊണ്ട് മക്കളെ കുടിപ്പിക്കുന്നത്, ജീവൻ നൽകുന്ന ഒരു ദർശനമാണ്. യേശുക്രിസ്തുവിൻ്റെ ഒരു ചിഹ്നമായിട്ടാണ് പള്ളികളിലൊക്കെ അത് വെച്ചിരിക്കുന്നത്. നമുക്ക് അറിയാം. ഒരു വലിയ ഫീനിക്സ് പക്ഷി ഒരു നൗകയിൽ, ഒരു പേടകത്തിൽ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ കാണുന്ന ഒരു വലിയ പേടകം എന്ന് പറയുമ്പോൾ നമ്മുടെ കുമരകത്തൊക്കെ ഉള്ള വലിയ പായ്ക്കപ്പൽ പോലെ, അതിലും വലുതാകട്ടോ. അത് വലിയൊരു കപ്പലാണോ? അതുമല്ല. അതിനകത്ത് മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് വെള്ള വസ്ത്രം ധരിച്ചവർ, ശുഭവസ്ത്രധാരികൾ കയറുകയാണ്. കയറുകയല്ല, പറക്കുന്ന പോലെ എനിക്ക് തോന്നി. പ്രാവ് പറക്കുന്ന പോലെ അതിലേക്ക് പറന്ന് അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ഈ ഫീനിക്സ് പക്ഷി അങ്ങോട്ടും ഇങ്ങോട്ടും തല ചുറ്റുന്നുണ്ട്. ഒരു പുഞ്ചിരിയുണ്ട് ഫീനിക്സ് പക്ഷിയുടെ മുഖത്ത്. എന്നിട്ട് ആ വലിയ ചിറക്, ആ ചിറകല്ല, 2 വലിയ കൈ പോലെയാണ്. ആ കൈയിലേക്ക് അവരെ ആ മാരിടത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. മനോഹരമായ ദൃശ്യമായിരുന്നു. ഈ വെള്ള വസ്ത്രധാരികൾ ഓരോരുത്തരും അതിൻ്റെ നെഞ്ചത്തു നിന്നൊഴുകുന്ന ഏതോ പാലോ രക്തമോ വെള്ളമോ എനിക്കറിയത്തില്ല, ഞുണഞ്ഞ് കുടിക്കുകയാണ്. കൊച്ചുകുട്ടികൾ അമിഞ്ഞിപ്പാൽ കുടിക്കുന്ന പോലെ.
അവയെങ്ങനെ ഈ ഫീനിക്സ് പക്ഷി ഒന്നിച്ചു വച്ചിരിക്കുന്നു. അപ്പോൾ ഈ നൗക പേടകം സാവധാനം നീങ്ങുകയാണ്. അവിടെയുള്ളവർ പാട്ടുപാടുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, കൈ ഉയർത്തുന്നുണ്ട്. സന്തോഷമാണ് അവർക്ക്. ഇതാണ് എൻ്റെ ജനം എന്ന് മുകളിൽ ഒരു ബോർഡ് ഞാൻ കണ്ടു. ആ സ്വർണം കൊണ്ട് എഴുതിയിരിക്കുന്നു. വെള്ളപ്പലകയിലാണ് എഴുതിയിരിക്കുന്നതും. അത് പ്രകാശിക്കുന്നുണ്ടായിരുന്നു. സൂര്യൻ്റെ പ്രഭ പോലെ അതിൽ വന്ന് അത് തിളങ്ങുകയാണ്. അപ്പോൾ അത് കർത്താവ് നിന്ന വചനങ്ങൾ ചിലതൊക്കെ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. ആ ഒന്ന് കർത്താവായ യേശു ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുണ്ടായല്ലോ, ഭൂമിയിൽ തീ ഇടാനാണ് ഞാൻ വന്നത്. അത് കർത്താവ് വന്നത് തീ ഇടാൻ, ശുദ്ധീകരിക്കുവാൻ. ലൂക്കായുടെ സുവിശേഷം അധ്യായം 12:49 മുതൽ വചനങ്ങൾ ആണ്. ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല, ഭിന്നത. ഒന്നിച്ചിരിക്കുന്ന 5 പേർ ഇനിമേൽ ഒരു വീട്ടിലുണ്ടായിരിക്കും. 3 പേർ 2 പേർക്കെതിരായും 2 പേർ 3 പേർക്ക് എതിരായും ഭിന്നിച്ചിരിക്കും. പിതാവ് പുത്രനും പുത്രൻ പിതാവിനും എതിരായും, അമ്മ മകൾക്കും മകൾ അമ്മയ്ക്കും എതിരായും, അമ്മായിയമ്മ മരുമകൾക്കും മരുമകൾ അമ്മായിയമ്മയ്ക്കും എതിരായും ഭിന്നിക്കും. പ്രിയപ്പെട്ട, ഇന്ന് ലോകത്തിൽ കാണുന്ന ഒരു വലിയ പ്രതിഭാസമാണിത്. പകയും ഭിന്നിപ്പും, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഭിന്നിപ്പ്, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ഭിന്നിപ്പ്, അല്ലെങ്കിൽ മതങ്ങളിലെ ആളുകൾ തമ്മിൽ വിശ്വാസത്തിൻ്റെ പേരിലുള്ള ഭിന്നിപ്പ്, എവിടെയും കാണുന്നത് ഇതാണ്. ഇത് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുമാണ് എന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. എന്തിനാണ് അത് ഈ ഭിന്നിപ്പുണ്ടാക്കുന്നതും? അത് ഒരു വലിയ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ 1 കൊറിന്തോസ് 12 അധ്യായം 12 മുതൽ വചനങ്ങൾ ഞാൻ വായിച്ചു പറഞ്ഞു. യേശുവാകുന്ന ആ വലിയ നൗകയിലേക്ക്, യേശുവിൻ്റെ ശരീരമാകുന്ന നൗകയിലേക്ക് വിശുദ്ധീകരിക്കപ്പെട്ടവരെ ഒന്നിച്ചു ചേർക്കുന്നു. ഒരു ശരീരമാക്കുകയാണ്. ഒരു ദേവാലയം പണിയുകയാണ്. കല്ലും കുമ്മായവും സിമൻറ്റും കൊണ്ടുണ്ടാക്കിയ പള്ളിയല്ല, ബസലിക്ക അല്ല, അല്ലെങ്കിൽ അമ്പലമല്ല, അല്ലെ മോസ്കുകൾ അല്ല, പിന്നെ സിനഗോഗുകളുമല്ല, യെരൂശലേം ദേവാലയവുമല്ല. അതൊക്കെ മനുഷ്യനുണ്ടാക്കിയതാണ്. ദൈവമായ കർത്താവ് ഉണ്ടാക്കി നമുക്കായി അഭയം തരുവാൻ തന്നിരിക്കുന്നത്, നമുക്ക് സമാധാനം സന്തോഷത്തിൽ ജീവിക്കാൻ തന്നിരിക്കുന്ന ദേവാലയം യേശുവിൻ്റെ ശരീരമാണ്. ആ യേശു ഇന്നും ജീവിക്കുന്നു മനുഷ്യൻ്റെ മധ്യത്തിൽ, ആ ഫീനിക്സ് പക്ഷിയെപ്പോലെ തൻ്റെ സ്നേഹത്തിലേക്ക് മരണത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട്. അപ്പോൾ അതാണ് അത് ആ 1 കൊറിന്തോസിൽ എഴുതിയിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് 12 അധ്യായത്തിൽ. അതുപോലെ 12 മുതൽ വചനങ്ങൾ പറയുന്നു, ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങൾ ഉണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്തുവും. നാം എല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ സ്നാനമേറ്റു. അവിടെ യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമകളെന്നോ സ്വതന്ത്രരെന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയെന്നോ പെന്തക്കോസ്തുകാരനെന്നോ വടക്കനോ തെക്കനോ എന്നോ അല്ലെങ്കിൽ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ഉള്ള യാതൊരു വ്യത്യാസവുമില്ലാതെ കർത്താവിലേക്ക് ഒന്നായിട്ട് വിളിക്കുകയാണ്, ഒരേ ആത്മാവിനെ പാനം ചെയ്യുവാൻ. ആത്മാവെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവാണ്. അത് യേശുക്രിസ്തുവിൻ്റെ ആത്മാവാണ്. സ്നേഹത്തിൻ്റെ ആത്മാവ്, നന്മയുടെ ആത്മാവ്, കരുണയുടെ ആത്മാവ്, അത് പരസ്നേഹത്തിൻ്റെ ആത്മാവ്, മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്ന ആത്മാവ്. ആ പുണ്യാത്മാവ് പുണ്യത്തിലേക്ക് എല്ലാ ജാതി മത ജനങ്ങളെയും അവരുടെ മാനുഷിക ചിന്തയ്ക്ക് അതീതമായിട്ട്, മതചിന്തകൾക്ക് അതീതമായിട്ട് ക്ഷണിക്കുകയാണ് ഈ മൂല്യം നിറഞ്ഞ ജീവിതം നയിക്കുവാൻ. അതെ, മൂല്യച്ചുരിയെല്ലാം വെടിഞ്ഞ് അതെ നല്ല ജീവിതത്തിനായിട്ട് വിളിയാണ് അതെ നാം അവിടെ കാണുന്നത്. അതെ പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നില്ല എങ്കിൽ നിശ്ചയമായിട്ടും ഞാൻ എന്നോട് തന്നെ വഞ്ചന ചെയ്യുമെന്ന് എനിക്ക് തോന്നി. ഏറെ പ്രാർത്ഥിച്ച ശേഷമാണ് അത് ഈ വീഡിയോ ഞാൻ ഇടുന്നതും. ഞാൻ ഏറെ അന്ന് പ്രാർത്ഥിച്ചു ഈ ലോകത്തിന് വേണ്ടി. അതിനുശേഷം കണ്ണു തുറന്നു. അപ്പോൾ ഞാൻ എൻ്റെ ബൈബിൾ മേശപ്പുറത്ത് ഉണ്ട്, അത് എടുത്ത് തുറന്നു. അപ്പോൾ ഞാൻ വെളിപാട് പുസ്തകം 7 അധ്യായം 14 മുതലുള്ള വചനങ്ങൾ
ആണ് ശ്രദ്ധ പോയത്. വെളിപാട് പുസ്തകം അധ്യായം 7:14. ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. അതുകൊണ്ട് ഇവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുകയും അവിടുത്തെ ആലയത്തിൻ്റെ ലാഭകൾ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. സിംഹാസനസ്ഥൻ തൻ്റെ സാന്നിധ്യത്തിൻ്റെ കൂടാരത്തിൽ അവർക്ക് അഭയം നൽകും. ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കുകയില്ല. എന്നാൽ സിംഹാസനാരൂഢനായിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയ്ക്കുകയും ജീവജലത്തിൻ്റെ ഉറവിടങ്ങളിലേക്ക് നയിക്കുകയും ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുടച്ചു മാറ്റുകയും ചെയ്യും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് വന്നു കഴിഞ്ഞു, അത് വന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് സ്നേഹിതരായ മക്കളായ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്. സമയം വൈകിട്ടില്ല നമുക്ക് നമ്മളെ തന്നെ ഒരുക്കുവാൻ. അത് പലതും നമ്മൾ പ്രതീക്ഷിക്കാത്തത് കാണും. പ്രതീക്ഷിക്കാത്തത് നിങ്ങൾക്ക് സംഭവിക്കാം, കുടുംബത്തിൽ സംഭവിക്കാം, നാട്ടിൽ സംഭവിക്കാം. എന്നാൽ പ്രതീക്ഷിക്കാവുന്ന ഒന്ന് ഇതാണ്: യേശുവാണ് ശരീരത്തിൽ, യേശുവാകുന്ന ആ നൗകയിൽ കയറുക. ആ ഫിനിഷ് പക്ഷിയെപ്പോലെ സ്നേഹത്തിൻ്റെ ചിറകൾ വിരിച്ച് നമ്മളെ സ്വീകരിച്ച് കണ്ണീരൊപ്പാൻ, നമ്മളെ സുഖപ്പെടുത്തുവാൻ, നമ്മളെ അനുഗ്രഹിക്കുവാൻ, നമ്മളെ ദൈവികരാക്കുവാൻ, ദൈവമക്കളാക്കുവാൻ, സഹോദരി സഹോദരങ്ങളാക്കുവാൻ, എല്ലാവിധ മൂല്യങ്ങളും നിറഞ്ഞൊരു ജീവിതം നയിക്കുവാൻ ഇതാ അവസരം തന്നിരിക്കുന്നു. വൈകിട്ടില്ല അനുദപിക്കുവാനും മാറുവാനും. ഞാൻ ആരോടും മതം മാറാൻ പറയുന്നില്ല, മതപരിവർത്തനത്തിന് പറയുന്നില്ല. അതൊക്കെ മതങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. നാമാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നതും. ഓരോരുത്തരെയും തങ്ങളുടെ മതത്തിലേക്ക് ചേർക്കാനായിട്ട് എല്ലാം പരിപാടികളും നടത്തി പകയും വഞ്ചനയും എല്ലാം നടത്തുന്നത് കാണുന്നുണ്ട്. മതത്തിലേക്ക് പരിവർത്തനം നടത്താൻ ആരും പറയുന്നില്ല. യേശുക്രിസ്തു ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. അത് ഇന്ന് ഈ പീരങ്കിയും വടിവാളും അല്ലെങ്കിൽ കൊലപാതകവും എല്ലാം നടക്കുന്നത് എന്തിനു വേണ്ടി? ഓരോരുത്തരും ചിന്തിക്കട്ടെ. നമുക്ക് മതമല്ല ആവശ്യം, മതത്തിനതീതമായി നിൽക്കുന്ന അത് ഞാൻ പറയാം ആ ഫീനിഷ് പക്ഷിയായ ദൈവം യേശുക്രിസ്തു. ആ ദൈവം എന്നെല്ലാവരും പറയുന്നു. ആ ദൈവം മനുഷ്യനായി മക്കളെ, അത് സത്യമാണ്. ആ മനുഷ്യനായിട്ട് ഇന്നും നമ്മോടത്ത് വസിക്കുന്നു. മാടി വിളിച്ചുകൊണ്ട് വരൂ എൻ്റെ പക്കലേക്ക്. നിങ്ങൾ നിർധനരാണോ? നിങ്ങൾ അനാരോഗ്യകരാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അസ്വസ്ഥതയും ഭാരവും അധ്വാനവും ഉണ്ടോ? വരൂ എൻ്റെ പക്കൽ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങളെ മാറോട് ചേർത്ത് വയ്ക്കാം എന്ന് പറഞ്ഞ് വിളിക്കുന്നു. നമുക്ക് ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കാം, സ്വീകരിക്കേണ്ടത് സ്വീകരിക്കാം, തള്ളിക്കളയേണ്ടത് തള്ളിക്കളയാം, വേണ്ടതിനെ സ്വന്തമാക്കാം. കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കട്ടെ. തുടർന്ന് ഞാൻ അതിനായിട്ട് നിങ്ങൾ ഓരോരുത്തരെയും ആത്മാവിൻ്റെ കൃപയിലേക്ക് വിട്ടു നൽകുന്നു. ഈ കാലം അതിൻ്റെ അടയാളങ്ങൾ മക്കളെ അറിയുക, വിവേചിച്ച് അറിയുക. ഇറ്റ്സ് നോട്ട് ടു ലേറ്റ്. ലേറ്റായിട്ടില്ല. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരെയും കർത്താവിൻ്റെ ആ സ്നേഹമുള്ള ഹൃദയത്തിലേക്ക്, ആ കുരിശിൽ കിടക്കുന്ന ആ ഫീനിക്സ് പക്ഷിയായ യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് അർപ്പിച്ചുകൊണ്ട് ആ നൗകയിൽ കയറുവാൻ ഞാൻ ഉപദേശിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.